ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ രാവിലെ ഒരു 5:45 വടകരയിൽ നിന്ന് ചാലക്കുടിയിലേക്കുള്ള ട്രെയിൻ കയറിയിട്ടുണ്ട്. ട്രെയിൻ ഒരു 5:50 ആകുമ്പോൾ വടകരയിലെത്തി. ഞാനും ആ ഒരു സമയമാകുമ്പോഴാണ് എത്തിയത്. അങ്ങനെ ഞാൻ ഓടിപ്പിടിച്ച് ഏതോ ഒരു ഫ്രണ്ടിലത്തെ ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ കയറി എത്തിയിട്ടുണ്ട്. എന്നിട്ട് കോഴിക്കോട് ഇറങ്ങിയിട്ട് ഫ്രണ്ടിലോട്ട് നടക്കുകയാണ്. കാരണം അവിടെ അനാമിയും ജെസ്സി ഇരിപ്പുണ്ട്. ഞാൻ കൃത്യമായിട്ട് അവരുടെ കമ്പാർട്ട്മെൻറ്റിൽ തന്നെ കയറി എത്തിയിട്ടുണ്ട്. എന്നിട്ട് ഞങ്ങൾ ബാഗ് സാധനങ്ങളൊക്കെ എടുത്തിട്ട് ബാക്കോട്ടേക്ക് നടക്കുകയാണ്. കാരണം ഞങ്ങൾ എത്തിപ്പിടിച്ചിട്ടുള്ള ഈ ഒരു കമ്പാർട്ട്മെൻറ്റ് ഞങ്ങൾക്ക് ഇഷ്ടമല്ല. ഞങ്ങൾ ഇവിടെ കയറാറേ ഇല്ല. പിന്നെ ഇന്ന് ട്രെയിൻ മിസ്സാവുമെന്ന് വെച്ചിട്ട് കയറിയതാണ്. ഇതൊരു ഇടുങ്ങി പിടിച്ചിട്ടുള്ള കമ്പാർട്ട്മെൻറ്റ്. ഞങ്ങൾ ജനറൽ തന്നെയാണ് കയറാറ്. പക്ഷേ ഇന്ന് ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിയതാണ്. ഞാൻ എങ്ങനത്തെ കമ്പാർട്ട്മെൻറ്റാണെന്ന് കാണിച്ചു തരാം. അങ്ങനെ പിന്നെ ബാക്കോട്ടൊക്കെ നടന്നിട്ട് ഞങ്ങൾക്ക് ഈ ഒരു കമ്പാർട്ട്മെൻറ്റ് കിട്ടി. ഇവിടെ ഇരുന്നപ്പോഴാണ് ഞങ്ങൾക്കൊരു സമാധാനമായത്. പിന്നെ ഞങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോളേജിലേക്ക് പോവാണ്. TCക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. പിന്നെ രാവിലെ വന്നാണ്. വിശപ്പുണ്ടായിരുന്നു, തണുപ്പുണ്ടായിരുന്നു, തലവേദനയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ കഷ്ടകാലത്തിനൊരു കോഫി മേടിച്ച് കുടിച്ചു. വായിൽ വെക്കാൻ കൊള്ളൂലായിരുന്നു. പിന്നെ പകുതി കുടിച്ചിട്ട് പകുതി കളഞ്ഞു. പിന്നെ ഒരു കോയിൻസിഡൻസ് എന്ന് വേണമെങ്കിൽ പറയാം. തൊട്ടപ്പുറത്തെ കമ്പാർട്ട്മെൻറ്റിൽ ഷിഹയും മഞ്ഞി ഇരിപ്പുണ്ടായിരുന്നു. ഞങ്ങൾ എവിടെയെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ ട്രെയിൻ തന്നെയാണെന്ന് അവർ പറഞ്ഞായിരുന്നു. അങ്ങനെ ഞങ്ങളെ ഫോണിൻ്റെ റിംഗ് ടോൺ കേട്ടപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ഞങ്ങൾ നിൽക്കുന്നതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് അവരുള്ളത് എന്നുള്ള കാര്യം. അങ്ങനെ നമ്മുടെ ചാലക്കുടി എത്താറായിട്ടുണ്ട്. അങ്ങനെ ചാലക്കുടി എത്തിക്കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായത്. 2 മാസം മുമ്പ് ഞങ്ങൾ പോയിട്ടുള്ള ചാലക്കുടി റെയിൽവേ സ്റ്റേഷൻ ആയിരുന്നില്ല ഇത്. മൊത്തം അടിമുടി മാറിയുണ്ടായി. എന്തായാലും സ്റ്റേഷനൊക്കെ കാണാൻ ഇത്തിരി ഒരു മേനയൊക്കെ വന്നിട്ടുണ്ട്, ഇത്തിരി വൃത്തിയൊക്കെ വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചാലക്കുടി സ്റ്റാൻഡിലേക്ക് പോവുകയാണ്. സ്റ്റാൻഡിലെത്തി കഴിഞ്ഞിട്ട് സമൂസയും ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായി. നല്ല വിശപ്പുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ പനമ്പള്ളി കോളേജിലേക്കുള്ള ബസ് പോയി. അതുകൊണ്ട് ഞങ്ങൾ പോട്ടയിൽ ഇറങ്ങി. പോട്ടയിൽ നിന്നാണ് കേട്ടോ പിന്നെ പോകുന്നത്. നമ്മൾ എങ്ങോട്ടാണ് ഗൈസ് പോകുന്നത്? അനാമിയെ കാണാനില്ല. അങ്ങനെ ഞങ്ങൾ ബസ് ഇറങ്ങി. നമ്മൾ പോട്ടയിലാണ് ഇറങ്ങിയത്. കണ്ടക്ടർ നമ്മളെ പറ്റിച്ചു. യെസ്, കണ്ടക്ടർ ഞങ്ങളെ പറ്റിച്ചിട്ട് അത് ഞങ്ങൾ എങ്ങോട്ടാക്കി തന്നിട്ടുണ്ട്. ഞങ്ങളിങ്ങനെ പോകുന്നേ പിന്നെ ബസ് സ്റ്റോപ്പും റെയിൽവേ സ്റ്റേഷനും ഒക്കെ അവർ കംപ്ലീറ്റ് ആയിട്ട് ചേഞ്ച് ആക്കിയിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ടുണ്ട്. കണ്ടോ, ബസ് സ്റ്റോപ്പും റെയിൽവേ സ്റ്റേഷനൊക്കെ ആകെ മൊത്തം മാറിയിട്ടുണ്ട്. ഇനി കോളേജ് എന്തായി എന്നുള്ളത് ഞാൻ അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ കണ്ടക്ടർ ഞങ്ങളെ ചതിച്ചതുകൊണ്ട് ഞങ്ങൾ ഓട്ടോ പിടിച്ച് പോവുകയാണ്. ഞങ്ങളെല്ലാവരും ഉണ്ട്. ഏകദേശം 2 മാസമായിട്ടുണ്ടാവും ഞങ്ങളിപ്പോൾ കോളേജിലേക്ക് വന്നിട്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് ഈ ഒരു സമയത്ത് എക്സാം ആയിരുന്നു. പിന്നെ വർഷയും ദീപ്തി ഞങ്ങളെ മുന്നേ വന്നായിരുന്നു. ദീപ്തി ഇവിടെ എവിടെയോ ഇരിപ്പുണ്ട്. എവിടെത്തി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിപ്പുണ്ടായിരുന്നു. അങ്ങനെ ഇതാ കോളേജ് എത്തി. ദീപ്തി അതാ അവിടെ നിന്ന് വരുന്നുണ്ട്. അങ്ങനെ കോളേജ് എത്തിയിട്ടുണ്ട്. കോളേജിൽ പുതിയ പിള്ളേരൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ജൂനിയേഴ്സൊക്കെ ആയിരുന്നു ഉള്ളത്. പിന്നെ കോളേജിൽ ഏറ്റവും വലിയ മാറ്റം വന്നിട്ടുള്ളത് നമ്മുടെ കോളേജിൽ എല്ലാ മുക്കിലും മൂലയിലും CCTV ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എക്സാം ഹോളിൽ അങ്ങനെയെന്ന് പറയുന്ന എല്ലായിടത്തും വെച്ചിട്ടുണ്ട്. ഒരു ഹൈ സെക്കൻഡറി സ്കൂളാക്കി മാറ്റിയിട്ടുണ്ട് നമ്മുടെ കോളേജ്. ഹൈ സെക്കൻഡറി അല്ല, ഹൈ സ്കൂള്. അങ്ങനെ വർഷം പിന്നെ പുതിയ ഫോണൊക്കെ മേടിച്ചായിരുന്നു. അതൊക്കെ നോക്കുകയാണ്. നല്ല കിടിലം ഫോണാണ്. പറയ് ഗൈസ്, നമ്മളിതാ ഹോൾ ടിക്കറ്റ് ആയിട്ട് പോവുകയാണ് ഗൈസ്. യെസ്, അങ്ങനെ വന്ന കാര്യത്തിലേക്ക് കടക്കുകയാണ്. TCക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഓഫീസിലെത്തിയിട്ടുണ്ട്. പിന്നെ ഇതിനൊക്കെ നമുക്ക് ഹോൾ ടിക്കറ്റിൻ്റെ ആവശ്യമുണ്ട്. എൻ്റെ കയ്യിലാണെങ്കിൽ ഇതുവരെ എക്സാം നടന്നതിൻ്റെ ഒരു ഹോൾ ടിക്കറ്റ് പോലും ഇല്ല. എൻ്റെ കയ്യിലില്ല, അനാമീൻ്റെ കയ്യിലില്ല, അങ്ങനെ ആരൊക്കെയോ കയ്യിലില്ല. പക്ഷേ ഞങ്ങളുടെ എല്ലാവരുടെയും ഹോൾ ടിക്കറ്റ് വർഷ സേഫായിട്ട് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഒരാവശ്യം വന്നപ്പോൾ ഞങ്ങൾ രക്ഷപ്പെട്ടു. വർഷം എടുത്തു വെച്ചതുകൊണ്ട് മാത്രം. പിന്നെ അവിടുന്ന് ഫോമും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ ക്ലാസ്സിൽ വന്നിട്ട് ഫില്ല് ചെയ്യുകയാണ്. അഫ്രീദും റെയ്ഹാനൊക്കെ ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട് 2 ദിവസം മുമ്പേ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ കോളേജത്തെയും അതുപോലെ തന്നെ ഹോസ്റ്റലത്തെയും ഒക്കെ കോഷൻ ഡെപ്പോസിറ്റ് നമുക്ക് തിരികെ കിട്ടും. അതിൻ്റെ ഫോം ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ഫില്ല് ചെയ്തിട്ട് ഞങ്ങൾ ഡിപ്പാർട്ട്മെൻറ്റിൽ പോയിട്ട് കാണിക്കണം. എന്നിട്ട് അവിടുത്തെ സൈൻ മേടിക്കണം. അങ്ങനെ ഞങ്ങൾ ഡിപ്പാർട്ട്മെൻറ്റിൽ പോയിട്ട് സതീഷ് സാറെ കയ്യിൽ നിന്ന് സൈൻ മേടിക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ലൈബ്രറിയിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. ഇവിടുത്തെ എല്ലാ പ്രൊസീജിയറും കഴിഞ്ഞതിന് ശേഷം മാത്രമേ TC തരുള്ളൂ. ഇപ്പം നമ്മൾ ലൈബ്രറിയിൽ നിന്ന് എന്തെങ്കിലും ബുക്കോ കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അത് തിരികെ കൊടുക്കണം. പിന്നെ ഫൈൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അടയ്ക്കണം. ഞാനൊരു ബുക്ക് എടുത്തിട്ടുണ്ടായിരുന്നു, ഒരാവശ്യമില്ലാതെ. അത് കൊടുക്കാൻ ഇത്തിരി ലേറ്റ് ആയതുകൊണ്ട് അങ്ങനെ ഞാനും ഫൈനൊക്കെ അടച്ചു.
ഇതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും ഞങ്ങൾ വിശന്ന് പണ്ടാരടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ക്യാൻറ്റീനിൽ പോയിട്ട് ഫുഡൊക്കെ മേടിച്ചു. ഞങ്ങളുടെ ഏറ്റവും വലിയ വിഷമം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അവിടെ സ്റ്റുഡൻ്റായിട്ടുള്ള സമയം ഞങ്ങൾക്ക് ഒരാൾക്ക് ഒരു ഫുഡിന് 10 രൂപയാണ്. ഇപ്പം ഞങ്ങളുടെ കയ്യിൽ നിന്ന് അവർ 40 രൂപയാണ് മേടിക്കുന്നത്. പിന്നെ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് ഒരു ഫുഡ് മേടിച്ചിട്ട് ഞങ്ങൾ 2 ആൾ ചേർന്നിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. നല്ല വിശപ്പുണ്ടായിരുന്നു. ഞങ്ങൾ രാവിലെ ഒരു സമൂസയും ചായയാണ് കഴിച്ചത്. പക്ഷെ അത് ഇവിടെ എത്തിയിട്ടില്ല. പിന്നെ ഒരു 3 മണിയായിട്ടുണ്ടാവും ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളൊന്ന് ഫ്രീ ആയത്. ഇതുവരെ അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് ബിസിയൊക്കെ ആയിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചത് ഒരു ഫോം എന്തെങ്കിലും ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വേഗം TC കിട്ടും എന്നാണ്. പക്ഷേ ഇപ്പം നമ്മൾ TCക്ക് അപേക്ഷിക്കുക മാത്രമാണ് ചെയ്തത്. ഇനി അത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരിക്കൽ കൂടി കോളേജിലേക്ക് വരണം. പിന്നെ ഞങ്ങൾ ഫോട്ടോവും അതുപോലെ തന്നെ റീലൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്ഥലത്ത് വന്നാണ്. നമ്മുടെ ഫ്രണ്ട് ഭാഗത്തുള്ള സ്ഥലമാണ്. ഇവിടെയാണ് ഞങ്ങൾ അധികം ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കൽ. അങ്ങനെ ഞങ്ങൾ അത്യാവശ്യം ഫോട്ടോയും റീൽസൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ഈ നേരെ കാണുന്ന ഫ്രണ്ട് സ്റ്റേജിൻ്റെ ഫ്രീഡം വാൾ എഴുതിയതും ചിത്രങ്ങളൊക്കെ വർഷയും ആരൊക്കെയും കൂടിയിട്ടാണ് വരച്ചത്. പിന്നെ ഈ ഒരു ഊഞ്ഞാൽ ഞങ്ങൾ സെക്കൻഡ് ഇയർ ഉള്ളപ്പോൾ കെട്ടിയതാണ് കേട്ടോ. പോന്നില്ല ഞാൻ വെറുതെ അല്ലെങ്കിൽ ചോദിക്കുന്നുണ്ട്. പക്ഷേ ശരി. അങ്ങനെ ഇതൊക്കെ കഴിയുമ്പോഴേക്കും ഒരു വൈകുന്നേരമായിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും പോകാൻ നിൽക്കുകയാണ്. കാരണം നമുക്കിപ്പോൾ സ്റ്റേ ചെയ്യാൻ അവിടെ സ്ഥലങ്ങളും കാര്യങ്ങളൊന്നുമില്ല. ഇന്ന് തന്നെ പോയിട്ട് വരാമെന്നുള്ള ഒരു സെറ്റപ്പിലാണ് എല്ലാവരും വന്നത്. പിന്നെ നമുക്ക് കുറേ ആൾക്കാരൊന്നും കാണാൻ പറ്റില്ല. എന്തായാലും നമ്മൾ TCക്ക് അപ്ലൈ ചെയ്തിട്ടേ ഉള്ളൂ. ഇനി അത് വാങ്ങാൻ ഒന്നും കൂടി വരുമ്പോൾ എല്ലാവരും കാണാമെന്ന് വിചാരിക്കുന്നുണ്ട്. അങ്ങനെ ഇതാ വർഷയും ദീപ്തിയും പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പിന്നാലെ തന്നെ ഷിഹയും മഞ്ഞയുണ്ട്. ബാക്കിയുള്ളത് ഞാനും അനാമയാണ്. പിന്നെ റെയ്ഹാനും സന്ദീപിനും ഒക്കെ ഇവിടെ നിൽക്കാൻ സ്ഥലമുണ്ട്. അതുകൊണ്ട് അവരെന്തായാലും നാളെ പോവുള്ളൂ. സിമ്പിൾ ഫേക്ക് മാൻ. ഒരു കയ്യിൽ എടുത്തു പോയോ? ഒരാവശ്യമില്ലാതെ ഫ്രണ്ടിലിരുന്ന് സാഹസികം കാണിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവർക്ക് ഇനി ഇങ്ങനെയൊന്നും ചെയ്യാൻ പറ്റൂലല്ലോ, അതുകൊണ്ട് പോട്ടെ. അങ്ങനെ വൈകുന്നേരം ഒരു 5:30 ആയിട്ടുണ്ടാവും. 6:30 അങ്ങനെ ഞങ്ങൾക്കും ഒരു ട്രെയിൻ ഉണ്ട്, എനിക്കും അനാമിക്കും. അങ്ങനെ ഞങ്ങളും പോവുകയാണ്. ഇനി എന്തായാലും ഇങ്ങോട്ടേക്ക് ഒരു വരവും കൂടി ഉണ്ടാവും. TC മേടിക്കാൻ വരണമല്ലോ. അപ്പോൾ എന്തായാലും അത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. എന്തായാലും ഇനിയും നല്ല നല്ല വ്ളോഗും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വരും കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ.